ഹായ് വെൽക്കം ടു നദാഷ ബ്ലോഗ്. പിന്നെ ഉറക്കമാണെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ അല്ല, ചുമ്മാ അന്നേയോ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെയും പറിച്ച് മുഴുവൻ കിടന്നതാണ്. അങ്ങനെ എഴുന്നേറ്റ് വന്നു. എഴുന്നേറ്റ് ഹായൊക്കെ തന്നുകൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും എന്താ ഈ കുക്കുപ്പെണ്ണ് പൊന്നിച്ചേച്ചി എഴുന്നേറ്റോന്ന് ചോദിച്ചു വന്നപ്പോഴേക്കും പിന്നെയും പൊന്നിച്ചേച്ചി കയറി കിടന്ന് ഉറങ്ങുകയൊന്നുമല്ല, ചുമ്മാ അവളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് കിടക്കുക. കഴിഞ്ഞ് കുക്കു ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ പൊന്നിച്ചേച്ചി ചാടി എഴുന്നേറ്റ് വന്ന് ദേ എടുത്ത് പിടിക്കുകയാണ്. എന്നിട്ട് പിന്നെ അവിടെ ഇരുന്ന് കുറേ നേരം കളിപ്പിച്ച് റൂമിൽ തന്നെ ഇരുന്നു. അപ്പോഴേക്കും കുക്കുവിൻ്റെ ഫുഡൊക്കെ റെഡിയായി. ഇതേ കടല പുഴുങ്ങിയത് കുക്കുവിന് കൊടുത്തുകൊണ്ടിരിക്കുവാണ് പൊന്നിച്ചേച്ചി. അതിനിടയിൽ ഭയങ്കര സ്നേഹം. അതിൻ്റെ അപ്പാപ്പ പോകാൻ വരുമ്പോഴേക്കും രണ്ട് മക്കളും കൂടി ടാറ്റയും കൊടുത്തുകൊണ്ട് നിൽക്കുവാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മാമ്മയ്ക്ക് കാലുവേദന എടുക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും ഒരാൾ ഓടിപ്പോയി മരുന്നൊക്കെ എടുത്തുകൊണ്ട് ഞാനിട്ട് തരാം അമ്മാമ്മയെന്നും പറഞ്ഞ് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാൾ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. അതേ വരുന്നുണ്ട്. മരുന്ന് കൊടുക്കാൻ പറഞ്ഞ് തല്ലുപിടുത്തം തുടങ്ങി. അവൾക്ക് നല്ല വാശിയൊക്കെ, പെണ്ണിന് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അപ്പം നടക്കണം. അതുകൊണ്ട് അമ്മാവൻ മരുന്ന് അങ്ങോട്ട് മേടിച്ച് വെച്ചു, ആരും ഇടണ്ടെന്നും പറഞ്ഞു. പിന്നെ രണ്ടുപേരും കൂടി ഇന്ന് കുറേ നേരം അങ്ങ് കളിക്കുമായിരുന്നു. പല്ല് തേക്കാൻ പറഞ്ഞിട്ട് എവിടെ, ഞാൻ ക്ലാസ് ഇല്ലാത്തപ്പോൾ അമ്മ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുക. പിന്നെ ഞാനും വിചാരിച്ചു അല്ലെങ്കിൽ മോർണിംഗിൽ 8:15 ആകുമ്പോഴേക്കും ക്ലാസ്സിൽ പോകും. പിന്നെ ഇപ്പോൾ ഒരു 8:30 ആയിട്ടും പല്ല് തേക്കാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഫൈനലി വന്ന് പല്ല് തേക്കാൻ വന്നു. ടങ്ങിലും ബ്രഷൊക്കെ ആയിട്ട് വന്നിരുന്ന് തേച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ വായൊക്കെ കഴുകി നല്ലപോലെ കഴുകുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കഴുകുവാണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞപ്പോഴേക്കും പൂ പോലെ വെള്ളപ്പം കടലക്കറി ഉണ്ടാക്കി. അപ്പോൾ അത് പൊന്നൂസ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. കുക്കുപ്പെണ്ണ് വന്ന് അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പൊന്നു ചേച്ചി വാരി കൊടുക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതേ ചോറിനുള്ള സമയമായപ്പോഴാണ് പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്ത്. അപ്പോൾ ദേ ചോറും തക്കാളിക്കറിയും കടല മെഴുക്ക് വരട്ടി മത്തി വറുത്തതുമായിട്ട് ദേ പൊന്നൂസ് ഒരു പിടിക്കുവാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴയായിരുന്നു. പുറത്തേക്ക് ഒന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ എന്നാ ചെയ്യാൻ, അതുകൊണ്ടിട്ടാണ് വീഡിയോസ് ഫുൾ അകത്ത് തന്നെയായത്. കുച്ചേച്ചി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട്. അതിങ്ങനെ നല്ല മഴയും തണുപ്പുമായിരുന്നു. എന്നാലും ഞങ്ങൾ കയറുന്നു. ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പോയി. പുറത്തിറങ്ങി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നത് ചായയും മാൽക്കീസ്റ്റ് ബിസ്ക്കറ്റ് പൊന്നിൻ്റെ ഫേവറേറ്റ് ആണ്. അത് രണ്ടും കൂടി കഴിക്കുക. പാല് കുടിക്കത്തില്ല, അതുകൊണ്ട് കട്ടൻ ചായയാണ് കൊടുത്തത്. അത് കഴിഞ്ഞപ്പോഴേക്കും പപ്പ വന്നപ്പോൾ രണ്ടുപേർക്ക് ലേസൊക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ സ്റ്റഡി ടൈമായി. അങ്ങനെ പൊന്നിക്കുട്ടി ഇരുന്ന് പഠിക്കുവാണ്. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. മഴ ആയതുകൊണ്ട് പുറത്ത് പോയിട്ട് ഒന്നും ചെയ്യാനും പറ്റിയില്ല. പിന്നെ സന്ധ്യ കഴിഞ്ഞപ്പോൾ കുക്കുപ്പെണ്ണിന് വയ്യാതെ ഇരുന്നുകൊണ്ടിട്ട് പിന്നീടുള്ള വീഡിയോസൊന്നും അങ്ങനെ എടുക്കാനും പറ്റിയില്ല. ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ